ഹായ് മക്കളെ, ശ്രീഭാമ മിസ് ആണ്. എല്ലാവരും ഉഷാറായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. പരീക്ഷാ സമയമാണല്ലേ, ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും എൻ്റെ മക്കളെ. എന്താ പഠിക്കുക, എവിടെയാ പഠിക്കുക, എന്ത് തുടങ്ങും, ഇതൊക്കെ തന്നെയാണ് പ്രശ്നം അറിയാം. സോ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ലൈവ് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് കാണാം, മിടുക്കറായിട്ടിരിക്കുക. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ട ഒരു കാര്യം മിസ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ നോക്കാം അല്ലേ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിലോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ക്വസ്റ്റ്യൻ എന്താ മക്കളെ, ഒരു കുട്ടിക്ക് 45 കിലോഗ്രാം തൂക്കവും 125 സെന്റിമീറ്റർ ഉയരമുണ്ട്. രണ്ടാമത്തെ കുട്ടിയുടെ BMI എന്തായിരിക്കും? ഇത് കണക്കാക്കാനുള്ള സൂത്രവാക്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. വൺ ചൈൽഡ് ഹാസ് 45 കിലോഗ്രാം വെയിറ്റ് ആൻഡ് 125 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ട്. കുട്ടിയുടെ BMI കണ്ടുപിടിക്കുക. അതുപോലെ എന്താണ് BMI എന്ന് ചോദിച്ചു. എന്താണ് BMI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉയരത്തിനനുസരിച്ച് നമുക്ക് വെയിറ്റ് ഉണ്ടോ എന്ന് അറിയണം. അപ്പൊ മിസ്സിന്റെ ഉയരത്തിനനുസരിച്ചാണോ മിസ്സിന്റെ വെയിറ്റ് എന്ന് അറിയണം. കൂടിയാലും പ്രശ്നം, കുറഞ്ഞാലും പ്രശ്നം അല്ലേ. അപ്പൊ കറക്റ്റ് ആയിട്ടുണ്ടോ എന്താ അവസ്ഥ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ BMI യൂസ് ചെയ്യുന്നത്. സോ ഹൈറ്റും വെയിറ്റും നോക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയ കാര്യമാണ് BMI. എന്താ BMI? ബോഡി മാസ് ഇൻഡെക്സ് എന്നാണ് പറയുന്നത് അല്ലെ. സോ ഉയരത്തൂക്ക പരിശോധനയിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ കാര്യമാണ് BMI എന്ന് പറയുന്നത്. ഒരാൾക്ക് ഉയരത്തിനനുസരിച്ച് തൂക്കമുണ്ടോ എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു അല്ലേ. സോ ഫൈൻഡ് ഔട്ട് വെദർ ദ പേഴ്സൺ ഹാസ് വെയിറ്റ് പ്രൊപ്പോർഷനേറ്റഡ് ടു ദ ഹൈറ്റ്. ഹൈറ്റിന് പ്രൊപ്പോർഷൻ ആയിട്ടാണോ എന്നുള്ളത് നോക്കുന്നതാണ് എന്താന്ന് പറയുന്നത് BMI എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, BMI എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ള ഓപ്ഷൻ കാര്യങ്ങൾ നമുക്ക് നോക്കാം. എങ്ങനെയാണ് BMI കണ്ടുപിടിക്കുക? അതിന് സിമ്പിൾ ആയിട്ട് സൂത്രവാക്യം ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് സെറ്റ് ആക്കാൻ പറ്റുന്ന കാര്യമാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റിന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ വെയിറ്റ് എന്ന് പറയുമ്പോൾ കിലോഗ്രാമിലല്ലേ നമ്മൾ പറയാം. ഇപ്പൊ 75 കിലോ, 50 കിലോ, 20 കിലോ എന്നൊക്കെ പറയാം. സോ കിലോഗ്രാമില്. ഹൈറ്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ സെന്റിമീറ്ററിലാണ് എപ്പോഴും പറയാറുള്ളത്. ഇപ്പൊ 150 സെന്റിമീറ്റർ, 160 സെന്റിമീറ്റർ. പക്ഷെ അതിന് നമ്മൾ മീറ്ററിലോട്ട് മാറ്റണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കിട്ടിയ സാധനത്തിനെ ഒന്നും കൂടി ഇൻഡ്യൂ ചെയ്യാം. ഹൈറ്റ് മീറ്ററിലുള്ളതിനെ ഒന്നും കൂടി ഇൻഡ്യൂ ചെയ്ത് ഹൈറ്റിന്റെ സ്ക്വയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കാം. അപ്പൊ വെയിറ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻഡു ഹൈറ്റ്. മീറ്ററിലായിരിക്കണം ഹൈറ്റ്. ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി, സെറ്റ് ആയിട്ട് കിട്ടും. നോക്കാം. അപ്പൊ 25 കിലോഗ്രാമും 120 സെന്റിമീറ്ററും ഹൈറ്റ് ഉള്ള ഒരു കുട്ടിയുടെ BMI എങ്ങനെ കണ്ടുപിടിക്കൂടാ? 120 സെന്റിമീറ്ററിൽ എന്ന് പറയുന്ന സമയത്ത് അതിനെ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, മീറ്ററിലോട്ട് മാറ്റണം അല്ലേ. എങ്ങനെയാ മീറ്ററിലോട്ട് മാറ്റാ? ബൈ 120 ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ മതി. ദാറ്റ് മീൻസ് നമുക്ക് 1.20 എന്ന് കിട്ടും അല്ലേ. അപ്പൊ 1.20 കിട്ടിക്കഴിഞ്ഞു. പിന്നെ നമ്മുടെ വെയിറ്റ് പറയുന്നത് 25 കിട്ടി. അപ്പൊ 25 ഡിവൈഡഡ് ബൈ 1.20 into 1.20 ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടി? 17.36 കിട്ടി. അതാണ് കുട്ടിയുടെ BMI എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ BMI കാൽക്കുലേറ്റ് ചെയ്തിട്ട് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ എത്രയാണ് BMI എന്നുള്ളത് മിസ് ഒന്ന് നോക്കട്ടെ. റെഡി? ഇനി അടുത്ത നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ? 45 കിലോഗ്രാമും 125 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? 45 ഡിവൈഡഡ് ബൈ 125 സെന്റിമീറ്ററിനെ നമ്മൾ മീറ്ററിലോട്ട് മാറ്റാൻ പറയുമ്പോൾ 125 ഡിവൈഡഡ് ബൈ 100 ചെയ്യുന്ന സമയത്ത് 1.25 ഇൻറ്റു 1.25 വരുന്നു അല്ലേ. അപ്പൊ 28.8 ആണ് മറ്റൊരു കുട്ടിയുടെ എന്താന്ന് പറയുന്നത് BMI എന്ന് പറയുന്നത്. സോ രണ്ടാളുടെ BMI നമുക്ക് കിട്ടി. ഒരാളുടെ 17.36, ഒരാളുടെ 28.8. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താ, ഈ കുട്ടിയുടെ കറക്റ്റ് ആണോ പ്രോപ്പർ ആണോ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ട്, ഒരു ബോക്സ് ഉണ്ട്. അതിൽ നോക്കിയിട്ടാണ് ഹൈറ്റിനനുസരിച്ചാണോ വെയിറ്റ് കൂടുതലോ കുറവോ നമ്മൾ പറയുന്നത്. റെഡി? അപ്പൊ ഇക്വേഷൻ കിട്ടിയില്ലേ? വെയിറ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. ഇതാണ് സംഭവം. ഈ ഒരൊറ്റ സാധനം പഠിച്ചാൽ കിടുക്കാജിയായിട്ട് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ നോക്കിക്കോ, ഒരു 18.5 താഴെയാണെന്നുണ്ടെങ്കിൽ അണ്ടർ വെയിറ്റ് ആണ്, ഭാരക്കുറവാണെന്ന് പറയാൻ പറ്റും. 18.5 to 24.9 ആണെങ്കിൽ നോർമൽ വെയിറ്റ് ആണ്. 25 മുകളിലോട്ട് പോയി എന്ന് വിചാരിച്ചോ, 25 to 29.9 നിൽക്കുന്നുണ്ടെങ്കിൽ ഓവർ വെയിറ്റ് ആണ്. പിന്നെ അങ്ങോട്ടേക്ക് മൊത്തം സീന ഒബേസിറ്റി ആണ്, പൊണ്ണത്തടി എന്ന് പറയാൻ പറ്റും. സോ 30 to 34.9, അതേപോലെ തന്നെ 35 to 39.9 ആൻഡ് എബവ് 40 വന്നു കഴിഞ്ഞാൽ ഒബേസിറ്റി ആണ്, പൊണ്ണത്തടിയാണെന്ന് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് വേണ്ടത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. സോ ശരിയായിട്ടുള്ള ഭാരമാണ് നമുക്ക് വേണ്ടത്. എപ്പോഴും മാക്സിമം നമുക്ക് നോർമൽ എന്താണ് വെയിറ്റ് ആണ് കാര്യങ്ങൾ വേണ്ട. ഭാരക്കുറവും അമിതവണ്ണവും സീനാണ്, പൊണ്ണത്തടി അതിലും വലിയ സീനാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ വെയിറ്റ് നോക്കാം, നിങ്ങളുടെ ഹൈറ്റ് നോക്കാം, നിങ്ങളുടെ BMI കാൽക്കുലേറ്റ് ചെയ്തിട്ട് മിസ്സിന് പറഞ്ഞില്ല എത്രയാണെന്നുള്ളത്. അതാണ് നിങ്ങൾക്ക് തരുന്ന ടാസ്ക്. സോ വാട്ട് ഈസ് യുവർ BMI? അത് കമന്റ് ബോക്സിൽ മറക്കാതെ തന്നെ എന്ത് ചെയ്യുക,
കമന്റ് ചെയ്യാം. സെറ്റ് അല്ലേടാ? സോ ഇതുപോലെയുള്ള കുറേ കാര്യങ്ങളെ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുണ്ട്. അതൊക്കെ വരുന്ന വീഡിയോസിലും ലൈവുകളിലും നമ്മൾ ഡിസ്കസ് ചെയ്യും. അതേപോലെ തന്നെ അടുത്ത വർഷം നിങ്ങൾക്ക് USS വരാൻ പോലെ ഗൈസ്. നിങ്ങൾ USS എഴുതാൻ പോവാണ്, നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സോ അതൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രിപ്പറേഷൻ വേണം. അത് നേരത്തെ തന്നെ വേണം. കാരണം എല്ലാവരും പഠിക്കല്ലേ, നമ്മൾ കുറച്ചും കൂടെ നേരത്തെ പഠിക്കണ്ടേ. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഏത് ബാച്ച് ഉള്ളത്? അവഞ്ചേഴ്സ് ബാച്ച് ഉള്ളത്. അവഞ്ചേഴ്സ് ബാച്ചിൽ ഇപ്പോൾ ഓഫറും കൂടെ റൺ ചെയ്യുന്നുണ്ട്. 10% ഓഫിൽ എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവഞ്ചേഴ്സ് ബാച്ചിലോട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. സോ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നോക്കുക. ഉഷാറായി തന്നെ എന്ത് ചെയ്യുക? എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അതേപോലെ അടുത്ത വർഷത്തെ ബാച്ചിൽ ഇപ്പം തന്നെ സീറ്റ് ഉറപ്പിച്ച് വെച്ച് നോക്കുക. ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ റെഡി അല്ലേ? അടിപൊളിയാക്കുക, സെറ്റ് ആക്കുക, എക്സാമിന് നന്നായിട്ട് തന്നെ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.